AI വന്നാൽ ഡെവലപ്പേഴ്സിന്റെ പണി പോവോ? അതൊരു വല്ലാത്തൊരു ഒരു 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 സബ്ജക്റ്റ് തന്നെയാണ്. അതൊരു ഭയങ്കരമായിട്ട് താത്വികമായിട്ടുള്ള ഒരു അവലോകനം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. AI വന്നതുകൊണ്ട് ഡെവലപ്പേഴ്സിന്റെ പണി പോവോ? അല്ലെങ്കിൽ ജോലി പോവോ? അല്ലെങ്കിൽ ലേ ഓഫ് സംഭവിക്കുന്നതൊക്കെ AI കാരണമാണോ? ഇതൊരു എന്താ പറയുക, ഒരു റിയാലിറ്റി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും പറയുന്നു AI വന്നുകൊണ്ട് ഡെവലപ്പേഴ്സിന്റെ പണിയൊന്നും പോവില്ല. AIനെ അഡാപ്റ്റ് ചെയ്യാത്തവരുടെ പണി പോകും എന്നൊക്കെയുള്ള രീതിക്കുള്ള സംസാരങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ AI വന്നതുകൊണ്ട് ഡെവലപ്പേഴ്സിന്റെ പണി ഡയറക്റ്റ് ഇത് ഇപ്പോഴൊന്നും പോകുന്നില്ല. പക്ഷേ ഈ AI വന്നതുകൊണ്ട് ഇവരുടെ എന്താ പറയുക, കമ്പനികളുടെ അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ ഇവരുടെയൊക്കെ എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആവാണ്. അതായത് പെർഫോമൻസ് AI വന്നുകൊണ്ട് പെർഫോമൻസ് വളരെ ഇമ്പ്രൂവ് ആവും, അല്ലെങ്കിൽ വളരെ അധികമാണ് പെർഫോമൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത്രയും ഡെലിവറി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം AI വന്നതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു സംഭവം, ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഫീച്ചർ നമുക്ക് കിട്ടുമ്പോൾ AI ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്തുകൂടെ? അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിചാരിച്ച സാധാരണ ഒരു 2022 കാലഘട്ടത്തിൽ സാധാരണ ഇത്ര സമയം വേണ്ടി വരുന്നത് AI ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോഡിംഗ് ഏജന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത് യൂസ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്തുകൂടെ? ക്ലൗഡ് യൂസ് ചെയ്തുകൂടെ? ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തുകൂടെ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ. അപ്പോൾ കോഡിംഗ് ഏജന്റ് വെച്ച് നമുക്ക് കോഡ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എക്സ്പെക്ട് ടൈമിന്റെ ഉള്ളിൽ ഇത് തീർക്കാനൊക്കെ പറ്റും, പറ്റായികയൊന്നുമില്ല. അപ്പോൾ ഇവിടെ മെയിൻ പ്രശ്നം ഇതിന്റെ എന്താ പറയുക, എക്സ്പെക്ടേഷൻ ഇന്റർവ്യൂ നടക്കുന്നിടത്തും ഇതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഹൈ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രിയുടെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഡെവലപ്പേഴ്സ് വിൽ നോട്ട് ലൂസ് ജോബ് ഡ്യൂ ടു AI. ഇഫ് they are not adapting the AI, then there is a chance to lose their job. അതാണ് ഇപ്പോൾ ഒരു പെർസ്പെക്റ്റീവ്, ഇപ്പോൾ ഈ ട്രെൻഡ് അവർ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ ഒരു ജോബ് മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഗാഢത, അതിന്റെ ഒരു ശരി എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന AI ടൂൾസിനെ കുറിച്ച് പറയാം. ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ChatGPT വെച്ചിട്ടാണ്. അതിന്റെ മുമ്പ് നമ്മൾ എന്താ പറയുക, സ്റ്റാക്ക് ഓവർഫ്ലോ അല്ലെങ്കിൽ ജിറ്റബിന്റെ ജിസ്റ്റ്, ഇതൊക്കെ എന്താ പറയുക, ജിറ്റബിന്റെ ഇഷ്യൂസ് ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഒരു ഫോറം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഇഷ്യൂസ് ഫിക്സ് ചെയ്യുന്നതും നമ്മൾ ഡിസ്കഷൻ നടത്തുന്നതും. ഇങ്ങനെ തുടങ്ങി നമ്മൾ ബ്ലോഗ്സ് ഒക്കെ എത്രത്തോളം മീഡിയം ബ്ലോഗിലും പോയിട്ട് അല്ലെങ്കിൽ ഡവ് അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ബ്ലോഗൊക്കെ വായിച്ച് ഓരോന്നും പഠിച്ച് എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യലും പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ 2022 ChatGPTന്റെ വരവോടുകൂടി നമ്മൾ ബ്ലോഗ് വായിക്കുന്നത് വളരെ നിർത്തിയിട്ടുണ്ട്. ആരാ ബ്ലോഗ് വായിക്കുന്നത്? ആരാ ബ്ലോഗ് എഴുതുന്നത്? ആരാ? അതൊന്ന് പറയട്ടെ. അപ്പോൾ എഴുതുന്ന അഥവാ ആരെങ്കിലും ബ്ലോഗ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവർ ChatGPT യൂസ് ചെയ്തിട്ടാണ് ബ്ലോഗ് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി തന്നെയാണ് അവർ ബ്ലോഗ് എഴുതുന്നത്. അപ്പോൾ ബ്ലോഗൊന്നും വായിക്കാൻ ആർക്കും സമയമില്ല. നമ്മൾ ആവശ്യമുള്ളത് ചോദിക്കുന്നു, ആവശ്യമുള്ളത് ChatGPT തരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ChatGPTയിലാണ് നമ്മൾ ഡെവലപ്പിങ്ങിൻ്റെ ഒരു തുടക്കം. അതായത് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ChatGPT പോയിട്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ഈ ഐഡിയ കറക്റ്റ് ആണോ, ഇതിനെക്കാട്ടിലും ബെറ്റർ ഐഡിയ ഉണ്ടോ എന്നില്ല, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഭവം കോഡ് ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഡ് ചെയ്ത് ആ ഒരു കോഡിന്റെ സാമ്പിൾ തന്നിട്ട് ആ സാമ്പിളിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഇനീഷ്യലി അതായത് സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ കേസ് അങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്താണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ChatGPTയിൽ പോയിട്ട് ഫംഗ്ഷൻ വേണം, എന്നിട്ട് അതിന്റെ ഇൻസ്പിറേഷൻ നമ്മൾ കോഡ് അതിൻ്റെ അനുസരിച്ച് നമ്മൾ കോഡിനനുസരിച്ച് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യലി അങ്ങനെയാണ് ചെയ്തുകൊണ്ട് വരും. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നത്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. പിന്നെ അതർ ദാൻ ദാറ്റ് ChatGPT അല്ലാതെ DeepSeek വന്നു. DeepSeek എത്രയോ എന്താ പറയുക, ഭയങ്കര പെർഫോമൻസ് അല്ലെങ്കിൽ ഭയങ്കര ആക്യുറേറ്റ് ആണ്, കോഡിങ്ങിനൊക്കെ ബെസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ DeepSeek വന്നു. ദെൻ ക്ലോഡ് കോഡ്, അതായത് ക്ലോഡിന്റെ വെബ്, ഈ 3 കാര്യങ്ങളാണ് വെബിലായിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ChatGPT ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ChatGPT അല്ലെങ്കിൽ DeepSeek ChatGPTനെക്കാട്ടിലും ഒന്നുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കോഡിങ് വരുന്നുണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസ് വരുന്നുണ്ട് എന്നുള്ള ഒരു ഇത് എനിക്കുണ്ട്. അതർ ദാൻ ദാറ്റ് കോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റ് ആയിട്ട് എന്തെങ്കിലും കോഡോ അല്ലെങ്കിൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ ക്ലാസ്സോ എഴുതേണ്ടി വരുന്ന സമയത്ത് മിക്കവാറും ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലോഡിന്റെ വെബ് അത് തന്നെ ആയിരിക്കും. പിന്നെ കോഡിംഗ് ഏജന്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത് ഓഗ്മെന്റ് കോഡ് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു VS കോഡിൽ. അതിലായിരുന്നു തുടങ്ങിയത്. ഈ ഓഗ്മെന്റ് കോഡ് അവർ എന്താ പറയുക 2 ആഴ്ച ഫ്രീ ട്രയൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ ട്രയൽ തന്നതുകൊണ്ടുകൂടി ഓരോ അക്കൗണ്ടിനും 2 ആഴ്ച ഫ്രീ ട്രയൽ കിട്ടുമ്പോൾ തീരുമ്പോൾ നമ്മൾ അക്കൗണ്ട് മാറ്റും. അതേപോലെ അത് അവർ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ അത് ഭേദിച്ച് വീണ്ടും എന്താ പറയുക, അതിനെയും ബൈപ്പാസ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ട് വെച്ച് വീണ്ടും നമ്മൾ ഡെയിലി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഓഗ്മെന്റ് കോഡിനെ ഊറ്റിയിട്ടുണ്ട്. സത്യം പറയാലോ, ഞാൻ ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓഗ്മെന്റ് കോഡ് വെച്ചിട്ട് മാക്സിമം ഞാൻ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എൻ്റെതായിട്ടുള്ള MVP പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യലും നമ്മൾ സ്വന്തമായിട്ട് ഹോബി സാധനങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഓഗ്മെന്റ് വെച്ചിട്ട് തന്നെ ആയിരുന്നു.
അതിന്റെ എന്താ പറയുക, അതിന്റെ റെസ്പെക്ട് അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് അവർ അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളും അതിന്റെ പേയ്മെന്റ് സ്ട്രക്ചർ പ്രൈസിങ് ഡീറ്റെയിൽസ് ഒക്കെ ടോക്കൺ ബേസ്ഡ് ഈ രീതിക്കൊക്കെ മാറ്റി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ വന്നു. അപ്പോൾ നമ്മളത് ഒഴിവാക്കി. അതിന്റെ ശേഷം ക്ലൈന് ഒരു VS കോഡ് എക്സ്റ്റൻഷൻ ആണ്, ക്ലൈന് യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലൈന് എന്താ പറയുക, ജിറ്റബ് കോപ്പൈലറ്റ് എനിക്ക് ഞാൻ പർച്ചേസ് ചെയ്താൽ വേറെ രീതിക്ക് എനിക്ക് പ്രീമിയം അതിന്റെ പാക്കേജ് കിട്ടി. അതേം നമ്മൾ പൈസ കൊടുത്തിട്ടൊന്നും ഞാനത് വാങ്ങിയിട്ടില്ല, വേറെ രീതിക്ക് കിട്ടി. അപ്പോൾ ജിറ്റബ് കോപ്പൈലറ്റിന്റെ ആ ഒരു ഇത് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതും ക്ലൈനും യൂസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്ലൈൻ എന്നൊരു എക്സ്റ്റൻഷൻ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. എന്താ പറയുക, കോഡിംഗ് ഏജന്റ് രീതിക്ക് ഒരു കോൺടെസ്റ്റ് കീപ്പ് ചെയ്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഡയറക്ട്ലി ജിറ്റബ് കോപ്പൈലറ്റ് വെച്ചിട്ട് അതത്ര കോൺടെക്സ്റ്റും കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എത്രത്തോളം എന്താ പറയുക, ചെറിയൊരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻലൈൻ ചാറ്റ് ചെയ്യാന്നല്ലാതെ അങ്ങനെ ഒരു എന്താ പറയുക ഏജന്റ് രീതിക്ക് അതൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ക്ലൈൻ യൂസ് ചെയ്തിട്ട് ഇപ്പോഴും ക്ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കോപ്പൈലറ്റ് യൂസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലൈൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതല്ലാതെ തന്നെ API ടോക്കൺസ് യൂസ് ചെയ്തിട്ട് ക്ലൈൻ ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാം, അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കേസർ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കേസർ 1 വീക്ക് എങ്ങാനും ഫ്രീ ട്രയൽ ഇതേപോലെ കേസർ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിളിന്റെ ആന്റിഗ്രാവിറ്റിയാണ്. ഈ ആന്റിഗ്രാവിറ്റിയിലും അവർ ലിമിറ്റേഷൻസും ഫ്രീ ടയറിലെ ലിമിറ്റേഷൻസ് കൊണ്ടുവന്നതുകൊണ്ടുകൂടി നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട് വെച്ച് ആന്റിഗ്രാവിറ്റിയാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ എന്താ പറയുക, പൈസ നാലും കൊടുക്കില്ല എന്നുള്ള രീതിക്കാണ് ഞാൻ ഇപ്പോഴും കോഡിംഗ് ഏജന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കോഡിംഗ് ഏജന്റ് അല്ലെങ്കിൽ AI യൂസ് ചെയ്തിട്ടുള്ള എന്താ പറയുക, AI യൂസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റിന്റെ പ്രോസസ്സ്. മെയിനായിട്ട് ജിറ്റബ് കോപ്പൈലറ്റ് ഇൻലൈൻ ചാറ്റ് അല്ലെങ്കിൽ ടാഗ് കംപ്ലീഷൻ ഓട്ടോ കംപ്ലീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മേലോട്ട് ഞാൻ കോഡെക്സോ അല്ലെങ്കിൽ ക്ലൗഡ് കോഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കണം. പക്ഷേ എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു കോഡിംഗ് ഏജന്റ് വെച്ചിട്ട് നമ്മൾ ഫുൾ സിസ്റ്റം ചെയ്യുന്നത് എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇപ്പോൾ ഒരു $20 പാക്കേജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് എത്ര യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്? അതാണ്, എത്ര പ്രോംപ്റ്റ് അല്ലെങ്കിൽ എത്ര ടോക്കൺസ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുമോ, ഒരു ഫുൾ സാധനം ചെയ്യാൻ പറ്റുമോ, അതാണ് അറിയണ്ടേ. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ഇതിന് ഭയങ്കര എമൗണ്ട് കൂടിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, നമുക്ക് $20 അവർ പറയുന്നതുണ്ടെങ്കിൽ തന്നെ, പക്ഷേ എത്രത്തോളം അതിനേക്കാളും എമൗണ്ട് അതിന് വരുന്നുണ്ട്. ആ ടോക്കൺസ് യൂസ് ചെയ്യുന്നതിന് അതിനേക്കാട്ടിലും എമൗണ്ട് അതിന് വരുന്നുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളിലും പറയുന്നത്. പിന്നെ AI വന്നുകൊണ്ട് റാമിനും GPU ഒക്കെ നല്ല വില കൂടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഈ ജൂനിയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് എത്രത്തോളം സേഫാണ് ഈ ഒരു AI എറ എന്നൊക്കെ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സംഭവം അതൊരു ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഫ്രഷേഴ്സ് എത്രത്തോളം എന്താ പറയുക, എത്രത്തോളം AI കാലഘട്ടത്തിൽ എത്രത്തോളം അവർ എന്താ പറയുക, എത്രത്തോളം അവരുടെ ജോബ് സേഫ്റ്റി, അത് എന്താ പറയുക, നമുക്ക് അറിയില്ല. ഈ ഒരു ട്രെൻഡ് അങ്ങനെയാണ്, ഭയങ്കര സ്പീഡിലാണ് AI സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ജൂനിയേഴ്സ് അവരുടെ പെർഫോമൻസ് അതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് പോകുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 തൊട്ട് 6 മാസം കഴിഞ്ഞ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന്റെ ജോലി മുഴുവൻ പോകുന്നത്. ഓരോ 6 മാസത്തിലും പലരും പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോഴും പറയുന്നത് റീസെന്റ് ക്ലൗഡിന്റെ അല്ലെങ്കിൽ ആന്ത്രോപ്പിക്കിന്റെ CEO പറയുന്നത് 6 മാസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എലൺ മസ്ക് മാക്സിമം 6 മാസം കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിന്റെ പണി പോകും. ഇങ്ങനെ ഒരു സംഭവമാണ് പറയുന്നത്. ഇനി 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6 മാസം വെച്ചിട്ട് പറയുമെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പേഴ്സിന് വേണ്ട സ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം അറിയണം. ചുമ്മാ പ്രോംപ്റ്റ് കൊടുക്കൽ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഡിപ്ലോയ്മെന്റ് തൊട്ട് ഡിസൈൻ ചെയ്യുന്നത് വരെ. ഡിസൈൻ മീൻസ് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതായത് അതിന്റെ ആർക്കിടെക്ചർ കാര്യങ്ങൾ എല്ലാം അറിയണം. അതെങ്ങനെ ഡിപ്ലോയ് ചെയ്യണം, അതെങ്ങനെ എന്താ പറയുക, ഇഷ്യൂസ് പ്രൊഫഷണൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യുന്ന രീതി, ഡിപ്ലോയ്മെന്റ്, CI/CD ഇങ്ങനെ തുടങ്ങിയിട്ട് അതെങ്ങനെ സ്കെയിൽ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. എല്ലാവരും അതൊക്കെയാണ് നോക്കുന്നത്. മെയിനായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയുന്നോ, അല്ലെങ്കിൽ ആർക്കിടെക്ചറിൽ എത്രത്തോളം ഏതൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ കോഡ് ചെയ്യുക, എത്രത്തോളം സ്കെയിലബിൾ ആയിട്ട് കോഡ് ചെയ്താൻ അറിയോ, ഇതൊന്നും ഓഗ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയുക കേസറോ പറഞ്ഞു കൊടുത്താൽ ചെയ്യില്ല. അത് നമുക്കറിയണം. നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ അത് നടപടിയാവുള്ളൂ. പിന്നെ ഈ കേസർ, ആന്റിഗ്രാവിറ്റി, ഓഗ്മെന്റ് അല്ലെങ്കിൽ ക്ലൈന് ഇങ്ങനെ വെച്ച് കോഡിംഗ് ഏജന്റ് വെച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, ആന്ത്രോപിക്കിന്റെ ഏത് സാധനം ക്ലൗഡ് വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം സേഫ്റ്റി ആ കോഡിനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത് വൾണറബിൾ ആണോ, സെക്യൂരിറ്റി ഇഷ്യൂസ് അധികം വരുന്നത് സെക്യൂരിറ്റി, അതായത് കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു നെക്സ്റ്റ് ഇയേഴ്സ് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ API കോഡ്, അതായത് നമ്മൾ ഇന്റേണൽ API കോഡ് ഫ്രണ്ട് എൻഡിൽ നിന്നാണ് കോഡ് ചെയ്യുന്നത്, ബാക്ക് എൻഡിൽ നിന്നാണ് കോഡ് ചെയ്യുന്നത്, ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഇല്ല. അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് നോക്കുന്ന വേണം, നെറ്റ്വർക്ക് ടാബ് എടുത്ത് നോക്കുന്ന വേണം. അത് നമ്മൾ എത്രത്തോളം ഡാറ്റ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മൾ കാണിക്കുന്ന ഡാറ്റ മാത്രമാണ് API കൊടുക്കുന്നത് എന്നുള്ളതൊന്നും നമ്മൾ വെരിഫൈ ചെയ്യുന്നില്ല. അതിന്റെ ഓതന്റിക്കേഷൻ പാർട്ട്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ, എന്താ പറയുക, HTML ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, SQL ഇഞ്ചക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നും കൂടെ ഇല്ല. നമ്മൾ കൊടുക്കുന്നു, പ്രോംപ്റ്റ് കൊടുക്കുന്നു, അടിക്കുന്നു, വ്യൂ മീൻസ് ഒരു ഗ്രിഡ് എഴുതുന്നു, API കോൾ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സംഭവം വർക്ക് ചെയ്യുന്നു, പേജിനേഷൻ വർക്ക് ചെയ്യുന്നു, ഇതാണ് സെർച്ച് വർക്ക് ചെയ്യുന്നു, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇതിൻ്റെയൊക്കെ സേഫ്റ്റി സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഡാറ്റ എക്സ്പോഷർ, അല്ലെങ്കിൽ എന്താ പറയുക, ഡാറ്റ മിസ്സാവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും. പിന്നെ ഒരു കാര്യം, AI വന്നുകൊണ്ട് ഡോക്യുമെന്റേഷൻ വളരെ സിമ്പിൾ ആയിട്ടുണ്ട്, പക്ഷേ ഡീബഗിങ് വളരെ ഷോ ആയിട്ടുണ്ട്. നമ്മളൊരു 10% കോഡിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ, ബാക്കി 90% ഡീബഗിങ്ങിനാണ് സമയം ചെലവാക്കുന്നത്. ബഗ് വരും, എവിടെയാണ് ബഗ്, തപ്പി പിടിച്ച് പോകണം. പല കോഡ് എഴുതിയിട്ടുണ്ടാവും, കുറേ കോഡ് എഴുതിയിട്ടുണ്ടാവും, അവിടെയൊക്കെ നോക്കി എത്തി വരുമ്പോഴേക്കും നമ്മൾ സമയം പോയിട്ടുണ്ടാവും. ഇതാണ് മെയിൻ ഇഷ്യൂ. പിന്നെ ഒരു മെയിൻ ഒരു ഇത് കണ്ടത്, ഈ കോഡിംഗ് ഏജന്റ് വെച്ച് അല്ലെങ്കിൽ AI വെച്ചൊക്കെ ചെയ്യുന്ന കോഡ് നമ്മളൊരു CV അല്ലെങ്കിൽ എന്താ പറയുക, ഒരാളെ ഇതെങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് എഴുതിയെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ചെയ്തത്, ഞാൻ സ്വന്തം ചെയ്തതാണ് എന്നുള്ള രീതിക്ക് വരിക. AI കോഡിംഗ് ഏജന്റ് വെച്ച് ചെയ്യുമ്പോൾ അത് പറയാൻ എല്ലാവർക്കും മടിയാണ്. ഞാൻ AI വെച്ച് ചെയ്തതാണ് ഇപ്പോൾ സാധനം എന്ന് പറയാൻ വളരെ മടിയാണ് എല്ലാവർക്കും. അത് എന്തോ ഒരു കുറച്ചിലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ സ്റ്റാക്ക് ഓവർഫ്ലോന്റെ ഒക്കെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതൊരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ എത്രത്തോളം ത്രില്ലടിച്ചിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട്, എത്രത്തോളം 2-3 ദിവസം ഇരുന്ന് ചെയ്തിട്ട് കിട്ടാത്ത സാധനങ്ങൾ ഇതുവരെ ആരും എന്താ പറയുക, സ്റ്റാക്ക് ഓവർഫ്ലോയിൽ സെർച്ച് ചെയ്താൽ ക്വസ്റ്റ്യൻ കാണില്ല. എന്നിട്ട് നമ്മൾ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്തിട്ട് ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ട് ആരോ അറിയാത്ത എവിടെയോ നിന്നിട്ടുള്ള ആൾക്കാർ അതിന് മറുപടി തരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അവരത് ഫിക്സ് ചെയ്യാൻ സഹായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതും ഇപ്പോഴത്തെ എന്താ പറയുക, ഇപ്പോഴത്തെ ഡെവലപ്പേഴ്സിന് അറിയില്ല. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞാൽ മുന്നേയും ബിഫോർ AI-യും ആഫ്റ്റർ AI-യും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതായത് മുന്നേ എങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയായിരുന്നു, AI വന്നിട്ടും നമ്മളെങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറ, സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് അതിൻ്റെ റെസ്പോൺസ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ഈ AI അല്ലെങ്കിൽ ChatGPT-യിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ എത്രത്തോളം ഡിഫറെൻ്റ് ആണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ട്, കീപ് സബ്സ്ക്രൈബ്. എന്താ പറയുക, എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫുൾ കാണുമ്പോൾ ഫുള്ള് കാണാം, ഫുള്ള് ലാസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഫുള്ള് കാണാമെന്ന് ഫസ്റ്റ് പറയണല്ലേ. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഓക്കെ, ബൈ, സി യു നെക്സ്റ്റ് ടൈം.